നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൊടുപുഴയിലെ SFI പോലീസ് സംഘർഷത്തിൽ 7 SFI പ്രവർത്തകർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ്. സംഘർഷത്തിന് കാരണം തൊടുപുഴ ന്യൂമാൻ കോളേജിലെ 3ാം വർഷ ഡിഗ്രി വിദ്യാർത്ഥികളുടെ യാത്രയയപ്പുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ തമ്മിൽ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടിയത്. പോലീസ് സ്റ്റേഷൻ ഉപരോധത്തിൽ പങ്കെടുത്ത CPM, DYFI, SFI പ്രവർത്തകർ ഉൾപ്പെടെ 25 പേർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തു. രാജകുമാരി കജനാപ്പാറ അരമനപ്പാറ എസ്റ്റേറ്റിൽ നിന്നും നവജാത ശിശുവിന്റെ ശരീരഭാഗം ലഭിച്ച സംഭവം കൊലപാതകമെന്ന് പോലീസ്. കുട്ടിയെ പ്രസവിച്ച് ഉടനെ കൊലപ്പെടുത്തി മാതാവ് കുഴിച്ചിട്ടു. ജാർഖണ്ഡ് സ്വദേശിനിയായ പൂനം സോറൻ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് കുട്ടിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്ന്. രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികം ജില്ലയിൽ വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിക്കും. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ജില്ലാതല യോഗം ഏപ്രിൽ 28-നും എന്റെ കേരളം 2025 പ്രദർശന വിപണനമേള ഏപ്രിൽ 29 മുതൽ മെയ് 5 വരെയും നടക്കും. ഇത് സംബന്ധിച്ച തീരുമാനങ്ങൾ എടുത്തത് ജലവിഭവ ഉപമന്ത്രി റോഷി അഗസ്റ്റിന്റെ അധ്യക്ഷതയിൽ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന സംഘാടക സമിതി രൂപീകരണ യോഗം. സ്ട്രോബറിയുടെ വിലയിടിഞ്ഞത് വട്ടവടയിലെ സ്ട്രോബറി കർഷകരെ നിരാശയിലാക്കുന്നു. നിലവിൽ വട്ടവടയിൽ കർഷകർക്ക് സ്ട്രോബറിക്ക് ലഭിക്കുന്ന വില 300 രൂപ. സ്ട്രോബറിയുടെ ഇപ്പോഴത്തെ വിലയിടിവിനുള്ള കാരണം ഉയർന്ന ഉൽപാദനവും പോയ മാസങ്ങളിൽ വട്ടവടയിലേക്ക് എത്തിയ സഞ്ചാരികളുടെ കുറവും. വിശദമായ വാർത്തകൾ. തൊടുപുഴയിലെ SFI പോലീസ് സംഘർഷത്തിൽ 7 SFI പ്രവർത്തകർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ്. തൊടുപുഴ ന്യൂമാൻ കോളേജിലെ 3ാം വർഷ ഡിഗ്രി വിദ്യാർത്ഥികളുടെ യാത്രയയപ്പുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ തമ്മിൽ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടിയതാണ് സംഭവങ്ങൾക്ക് തുടക്കം. കൂടാതെ പോലീസ് സ്റ്റേഷൻ ഉപരോധത്തിൽ പങ്കെടുത്ത CPM, DYFI, SFI പ്രവർത്തകർ ഉൾപ്പെടെ 25 പേർക്കെതിരെയും കേസെടുത്തു. കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയാണ് സംഭവങ്ങളുടെ തുടക്കം. തൊടുപുഴ ന്യൂമാൻ കോളേജിൽ 3ാം വർഷ ഡിഗ്രി വിദ്യാർത്ഥികളുടെ യാത്രയയപ്പുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾ തമ്മിൽ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടി. ഇത് നിയന്ത്രിക്കാനായി പോലീസ് സ്ഥലത്തെത്തുകയും സംഘർഷത്തിന് നേതൃത്വം നൽകിയ ഒരു വിദ്യാർത്ഥിയെ പിടികൂടി വാഹനത്തിൽ കയറ്റുകയും ചെയ്തു. എന്നാൽ ഈ വിദ്യാർത്ഥിയെ കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് പറഞ്ഞ ഒരു സംഘം SFI പ്രവർത്തകർ ബലം പ്രയോഗിച്ച പോലീസ് ജീപ്പിൽ നിന്നും വിദ്യാർത്ഥിയെ ബലമായി മോചിപ്പിച്ചു. ഇതിനിടെ പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി. SI ഉൾപ്പെടെയുള്ള പോലീസുകാർക്ക് പരിക്കേറ്റു. ഇതോടെ കൂടുതൽ പോലീസ് എത്തി കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ സംഭവത്തിൽ സ്ഥലത്തുണ്ടായിരുന്ന SFI പ്രവർത്തകരായ 5 വിദ്യാർത്ഥികളെ കസ്റ്റഡിയിലെടുത്തു. സംഭവം അറിഞ്ഞ് രാത്രി 8 മണിയോടെ SFI, DYFI, CPM പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിലേക്ക് സംഘടിച്ചെത്തുകയായിരുന്നു. തുടർന്ന് മുദ്രാവാക്യം വിളിച്ച പ്രവർത്തകർ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. കസ്റ്റഡിയിലെടുത്ത വിദ്യാർത്ഥികൾ നിരപരാധികളാണെന്നും അവരെ വിട്ടയക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ഉപരോധം സംഘടിപ്പിച്ചത്. സംഭവം നിയന്ത്രണാതീതമാകുമെന്ന സ്ഥിതി വന്നതോടെ DYSP ഉൾപ്പെടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. എന്നാൽ കസ്റ്റഡിയിലെടുത്തവരെ വിട്ടയക്കാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് പ്രവർത്തകർ പോലീസ് സ്റ്റേഷന്റെ വരാന്തയിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ചു. ഇതിനിടെ പരിക്കേറ്റ SI തൊടുപുഴയിലെ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. വിദ്യാർത്ഥി സംഘർഷം നിയന്ത്രിക്കാനെത്തിയ പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടാണ് 7 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. അതേസമയം കഴിഞ്ഞ ദിവസം രാത്രിയിൽ സംഘടിച്ചെത്തി പോലീസ് സ്റ്റേഷനിലേക്ക് തള്ളിക്കയറുകയും മണിക്കൂറുകളോളം ഉപരോധിക്കുകയും ചെയ്ത സംഭവത്തിൽ കണ്ടാലറിയാവുന്ന CPM, DYFI, SFI പ്രവർത്തകർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തതായും പോലീസ് അറിയിച്ചു. രാജകുമാരി കജനാപ്പാറ അരമനപ്പാറ എസ്റ്റേറ്റിൽ നിന്നും നവജാത ശിശുവിന്റെ ശരീരഭാഗം ലഭിച്ച സംഭവം കൊലപാതകമെന്ന് പോലീസ്. കുട്ടിയെ പ്രസവിച്ച ഉടനെ കൊലപ്പെടുത്തി മാതാവ് കുഴിച്ചിടുകയായിരുന്നു. ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് ജാർഖണ്ഡ് സ്വദേശിനിയായ പൂനം സോറൻ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. സംഭവത്തിൽ മാതാവ് ജാർഖണ്ഡ് സ്വദേശിനി പൂനം സോറന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. പ്രതിയായ യുവതിയുടെ ആദ്യ ഭർത്താവ് കഴിഞ്ഞ ഡിസംബറിൽ മരിച്ചിരുന്നു. അതിനുശേഷമാണ് ജാർഖണ്ഡ് സ്വദേശിയായ മറ്റൊരു യുവാവ് ഇവർക്കൊപ്പം താമസം ആരംഭിച്ചത്. ഗർഭിണിയാണെന്ന വിവരം യുവതി ഇയാളിൽ നിന്ന് മറച്ചുവെച്ചിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ സുഖമില്ലെന്ന് പറഞ്ഞ് ഇവർ ജോലിക്ക് പോയിരുന്നില്ല. ആരും അറിയാതെ പെൺകുഞ്ഞിനെ പ്രസവിച്ച ശേഷം ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി കുഴിച്ചിട്ടുവെന്നാണ് പോലീസിന്റെ നിഗമനം. യുവതിയോടൊപ്പം ഇപ്പോഴുള്ള യുവാവിന് ഇക്കാര്യം അറിവുണ്ടായിരുന്നില്ല. കുട്ടി ഉണ്ടായ കാര്യം അറിഞ്ഞാൽ ഇയാൾ ഉപേക്ഷിച്ചു പോകുമെന്ന് ഭയന്നാണ് കൃത്യം ചെയ്തതെന്ന് യുവതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ വ്യാഴാഴ്ച ഏലത്തോട്ടത്തിൽ കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കാനെത്തിയ തൊഴിലാളികളാണ് നായ്ക്കൾ കടിച്ചു വലിച്ച നിലയിൽ നവജാത ശിശുവിന്റെ ശരീര അവശിഷ്ടം കണ്ടെത്തിയത്. രാജാക്കാട് പോലീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ
ജാർഖണ്ഡ് സ്വദേശികളായ ദമ്പതികളുടെ കുഞ്ഞാണിതെന്ന് കണ്ടെത്തിയിരുന്നു. മാസം തികയാതെ ജനിച്ച കുഞ്ഞ് മരിച്ചതുകൊണ്ട് കുഴിച്ചിട്ടതാണെന്നാണ് ഇവർ പോലീസിന് ആദ്യം നൽകിയ മൊഴി. ഇവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. നവജാത ശിശുവിന്റെ ശരീര അവശിഷ്ടങ്ങൾ ഇടുക്കി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി. 9 മാസം തികഞ്ഞ് ജനിച്ച കുട്ടിയാണെന്ന ശാസ്ത്രീയ പരിശോധനയിൽ വ്യക്തമായിരുന്നു. ഇതേ തുടർന്നാണ് പോലീസ് കുട്ടിയുടെ മാതാവിനെ വിശദമായി ചോദ്യം ചെയ്തത്. രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികം ജില്ലയിൽ വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിക്കും. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ജില്ലാതല യോഗം ഏപ്രിൽ 28-നും എന്റെ കേരളം 2025 പ്രദർശന വിപണനമേള ഏപ്രിൽ 29 മുതൽ മെയ് 5 വരെയും നടക്കും. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിന്റെ അധ്യക്ഷതയിൽ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന സംഘാടക സമിതി രൂപീകരണ യോഗമാണ് ഇത് സംബന്ധിച്ച് തീരുമാനങ്ങൾ എടുത്തത്. സർക്കാർ നടപ്പാക്കിയ വിവിധ വികസന ക്ഷേമ പ്രവർത്തനങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ജില്ലാതല യോഗത്തിൽ പ്രകാശനം ചെയ്യും. വിവിധ വകുപ്പുകൾ ജില്ലയിൽ നടത്തിയ പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന് എല്ലാവരും കൂട്ടായി പരിശ്രമിക്കണം. സർക്കാരിന്റെ നേട്ടങ്ങൾ, ജില്ലയിലുണ്ടായ മാറ്റം, നിലവിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ, അദാലത്തുകൾ, വികസനത്തിന്റെ നേർചിത്രങ്ങൾ എന്നിവ മേളയിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ജില്ലാതല യോഗം ഏപ്രിൽ 28-നും എന്റെ കേരളം 2025 പ്രദർശന വിപണനമേള ഏപ്രിൽ 29 മുതൽ മെയ് 5 വരെയും നടക്കുമെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. എന്റെ കേരളം 2025 മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ജില്ലാതല യോഗം നെടുങ്കണ്ടത്ത് ഏപ്രിൽ മാസം 28-ാം തീയതി, 29-ാം തീയതി രാവിലെ മുതൽ വാഴത്തോപ്പ് വെക്കേഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് പ്രദർശന വിപണനമേള. നമ്മുടെ ജില്ലയുടെ പ്രോഗ്രസ് റിപ്പോർട്ട്. ഏവർക്കും സ്വാഗതം. നല്ല നിലയിൽ ഇത്തരം കാര്യങ്ങൾ വിജയിപ്പിക്കാൻ ഏവരുടെ സഹകരണം അഭ്യർത്ഥിക്കുന്നു. വാഴത്തോപ്പ് സർക്കാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്താണ് പ്രദർശന വിപണനമേള നടക്കുക. എല്ലാ ദിവസവും കലാപരിപാടികളും അരങ്ങേറും. യോഗത്തിൽ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ഓൺലൈനായി പങ്കെടുത്തു. ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണുപ്രദീപ്, ഇടുക്കി സബ് കളക്ടർ അനൂപ് ഖാർഗ്, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ഷൈജു P ജേക്കബ്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. സ്ട്രോബറിയുടെ വിലയിടിഞ്ഞത് വട്ടവടയിലെ സ്ട്രോബറി കർഷകരെ നിരാശയിലാക്കുന്നു. നിലവിൽ 300 രൂപയാണ് വട്ടവടയിൽ കർഷകർക്ക് സ്ട്രോബറിക്ക് ലഭിക്കുന്ന വില. ഉയർന്ന ഉൽപ്പാദനവും പോയ മാസങ്ങളിൽ വട്ടവടയിലേക്കെത്തിയ സഞ്ചാരികളുടെ കുറവും സ്ട്രോബറിയുടെ ഇപ്പോഴത്തെ വിലയിടിവിനുള്ള കാരണങ്ങളാണ്. ശീതകാല പച്ചക്കറി കൃഷികൾക്കൊപ്പം വട്ടവടയിലെ കർഷകരുടെ വരുമാന മാർഗങ്ങളിലൊന്നാണ് സ്ട്രോബറി കൃഷി. മാസങ്ങൾക്ക് മുമ്പ് കൃഷി ഇറക്കിയ സ്ട്രോബറികളിലെ കായകൾ പഴുത്ത വിളവെടുപ്പിന് പാകമായി കഴിഞ്ഞു. എന്നാൽ ഈ വിളവെടുപ്പ് കാലത്ത് സ്ട്രോബറിക്കുണ്ടായിട്ടുള്ള വിലയിടിവ് കർഷകർക്ക് വലിയ നിരാശയാണ് സമ്മാനിക്കുന്നത്. നിലവിൽ 30 രൂപയാണ് 1 കിലോ സ്ട്രോബറിക്ക് കർഷകർക്ക് ലഭിക്കുന്ന വില. ഈ വിലയിൽ സ്ട്രോബറി കൃഷി മുമ്പോട്ട് കൊണ്ടുപോകുക പ്രയാസകരമാണെന്ന് കർഷകർ പറയുന്നു. പച്ചക്കറി അല്ലാതെ നമുക്ക് സ്ട്രോബറി ഈ ഡിസംബർ ടു മെയ് വരയ്ക്ക് സ്ട്രോബറിയാണ് ഇവിടുത്തെ പ്രധാന കൃഷി. കഴിഞ്ഞ കൊല്ലമുള്ള 600 വരെ കിലോയ്ക്ക് ഉണ്ടായിരുന്നു ഈ മാസത്തിലേക്ക്. ഇപ്പോൾ അതിൻ്റെ പകുതി കുറഞ്ഞു, 300 രൂപ ആക്കി. കാരണം ഉൽപ്പാദനം പണം കൂടി, ആൾക്കാർ വരവ് ഇത്ര കുറവായത് കൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഇടിവായി ഈ കൊല്ലം. ഇത് ഏതെങ്കിലും ഈ സർക്കാർ ഭാഗത്തിൽ നിന്ന് ഇത് ഏതെങ്കിലും ഞങ്ങൾക്ക് എടുത്തിട്ട് അതേമാതിരി ഒരു 600 രൂപ 500 രൂപ കിട്ടിയാൽ ഞങ്ങൾക്ക് ഒരു മിച്ചമാകും. അല്ലാതെ ഞങ്ങൾക്ക് ഇത് ഇങ്ങനെ ഇടിഞ്ഞു പോയി ഭയങ്കര ബുദ്ധിമുട്ടാണ്. ജനുവരി മുതൽ വട്ടവടയിലേക്ക് എത്തുന്ന സഞ്ചാരികളെ മുന്നിൽ കണ്ടാണ് ഇപ്പോൾ പല കർഷകരും സ്ട്രോബറി കൃഷി ചെയ്യുന്നത്. മധ്യവേനൽ അവധിക്കാലത്തുണ്ടാകാൻ ഇടയുള്ള സഞ്ചാരികളുടെ തിരക്കിൽ കർഷകർ പ്രതീക്ഷയർപ്പിക്കുന്നു. ഇത്തവണ കർഷകർക്ക് സ്ട്രോബറിയിൽ നിന്നും മെച്ചപ്പെട്ട വിളവ് ലഭിച്ചു. എന്നാൽ കഴിഞ്ഞ മാസങ്ങളിൽ സ്ട്രോബറിക്ക് ആവശ്യക്കാർ കുറഞ്ഞത് കർഷകർക്ക് വിനയായി. ഇത് വിലയിടിവിന് വഴിയൊരുക്കി. കർഷകരിൽ ചിലർ സ്ട്രോബറിയിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിൽപ്പന നടത്തുന്നുണ്ട്. പല കർഷകരും കടം വാങ്ങിയും മറ്റുമാണ് മെച്ചപ്പെട്ട വിളവും വിലയും പ്രതീക്ഷിച്ച സ്ട്രോബറി കൃഷി ഇറക്കിയിട്ടുള്ളത്. വില ഇനിയും ഇടിഞ്ഞാൽ അത് സ്ട്രോബറി കർഷകർക്ക് വലിയ നഷ്ടത്തിന് ഇടവരുത്തും. ഉപ്പതറ കണ്ണമ്പടിയിൽ നിന്നും രോഗിയുമായി വന്ന ജീപ്പ് മറിഞ്ഞ് 3 പേർക്ക് പരിക്ക്. കണ്ണമ്പടി സ്കൂളിലെ ഹെഡ്മാസ്റ്റർ K ബാബു, അധ്യാപിക പ്രതിഭ, ജീപ്പ് ഡ്രൈവർ അജേഷ് TD എന്നിവർക്കാണ് പരിക്കേറ്റത്. ആശുപത്രിക്ക് സമീപം ജീപ്പ് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. പരിക്കേറ്റവരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കണ്ണമ്പടി സ്കൂളിലെ ഹെഡ്മാസ്റ്റർ K ബാബു, അധ്യാപിക പ്രതിഭ, ജീപ്പ് ഡ്രൈവർ അജേഷ് TD എന്നിവർക്കാണ് പരിക്കേറ്റത്. സ്കൂൾ ഹെഡ്മാസ്റ്റർ K ബാബുവിന് പ്രഷർ കുറഞ്ഞതിനെ തുടർന്ന് കണ്ണമ്പടിയിൽ നിന്നും ജീപ്പിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. നിയന്ത്രണ നഷ്ടമായ ജീപ്പ് കലുങ്കിലിടിച്ച ശേഷം സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ വീട്ടുമുറ്റത്തേക്ക് മറിയുകയായിരുന്നു. എന്തോ പറന്നു വരുന്ന പോലെ തോന്നി. പെട്ടെന്ന് ലോറിയുടെ കല്ലിറക്കുന്ന പോലെ പോയ ശബ്ദവും വീട് പൊളിഞ്ഞ് വീഴുന്നതാണോ എന്ന് സംശയിച്ചു വീട്ടുകാരെ വിളിച്ചു. അങ്ങനെ വിളി കേട്ടു. അതിന് മനസ്സിലായി അകത്തുള്ള പുറത്ത് കുഴപ്പമൊന്നുമില്ലെന്ന്. വന്നു അപ്പോഴത്തേനും കഴിഞ്ഞത് ആള് പേരും കൂടി റോഡിന്റെ അവിടെ പോലും ഇവിടെ വരെ വന്നു എന്നുള്ളൊരു അതിശയകരമായ വരവാ.
അപകടത്തിൽ പരിക്കേറ്റ കൊല്ലം ശാസ്താംകോട്ട താഴേക്കാട്ട പടിഞ്ഞാറ്റേതിൽ കെ ബാബുവിനെയും സ്കൂളിലെ അധ്യാപിക കാഞ്ഞിരപ്പള്ളി ചിറ്റടി നരിവേലിൽ പ്രതിഭയെയും ഡ്രൈവർ കണ്ണമ്പടി തുമ്പശ്ശേരിൽ അജീഷിനെയും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കണ്ണമ്പടി സ്കൂളിലെ വാർഷിക ആഘോഷങ്ങളുടെ ഒരുക്കത്തിലായിരുന്നു സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും. സർവീസിൽ നിന്നും വിരമിക്കുന്ന കെ ബാബുവിനുള്ള യാത്രയയപ്പും ഇന്നായിരുന്നു ക്രമീകരിച്ചിരുന്നത്. കാഞ്ചാർ തൊപ്പിപ്പാളയിൽ KSRTC ബസ് സ്കൂട്ടറിലിടിച്ച അപകടം. സ്കൂട്ടറിൽ യാത്ര ചെയ്തിരുന്ന തപാൽ ജീവനക്കാരന് ഗുരുതര പരിക്കേറ്റു. ഇദ്ദേഹത്തെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മലയോര ഹൈവേയിൽ തൊപ്പിപ്പാളയിലാണ് അപകടമുണ്ടായത്. സ്കൂട്ടർ യാത്രികനും കാഞ്ചിയാർ തപാൽ ഓഫീസിലെ EDMCയുമായ മധുസൂദനൻ നായർക്കാണ് പരിക്കേറ്റത്. കോവിൽമല തപാൽ ഓഫീസിലേക്ക് കത്തുകളുമായി പോകുകയായിരുന്നു മധുസൂദനൻ നായർ. കൊട്ടാരക്കര കട്ടപ്പന റൂട്ടിലോടുന്ന KSRTC ബസ് ദിശ മാറിയെത്തി സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു. ബസിന്റെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. അപകടത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും കാലിന് ഒടിവും സംഭവിച്ച മധുസൂദനൻ നായരെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കട്ടപ്പന പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. കട്ടപ്പന കല്യാണത്തണ്ടിലെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമാകുന്നു. 32-33 വാർഡുകളിൽ ഉൾപ്പെട്ട പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ 1.5 സെന്റ് സ്ഥലം കുടിവെള്ള പദ്ധതിക്കായി വാങ്ങി നഗരസഭയ്ക്ക് കൈമാറി. തുടർന്ന് നഗരസഭയുടെ നേതൃത്വത്തിൽ ഇവിടെ കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാക്കും. ഇതോടെ വിഷയത്തിലുണ്ടായ വലിയ പ്രതിഷേധങ്ങൾക്കും സമരങ്ങൾക്കുമാണ് പരിഹാരമായിരിക്കുന്നത്. കട്ടപ്പന നഗരസഭയിൽ ഉൾപ്പെട്ട 32-33 വാർഡുകളിൽ വേനലാകുന്നതോടെ കുടിവെള്ളക്ഷാമം രൂക്ഷമായിരുന്നു. വിഷയത്തിൽ വാർഡ് കൗൺസിലർമാർ യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാരോപിച്ച പ്രദേശവാസികൾ പ്രത്യക്ഷ സമരം നടത്തുകയും ചെയ്തു. തുടർന്ന് സ്ഥലം വാങ്ങി നൽകിയാൽ പദ്ധതി നടപ്പിലാക്കാമെന്ന ഉറപ്പിന്മേൽ സമരം അവസാനിപ്പിച്ചു. ഇതിന് പ്രകാരമാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ 1.5 സെന്റ് സ്ഥലം വാങ്ങി നഗരസഭയ്ക്ക് കൈമാറിയത്. ഞങ്ങൾ 32-33 വാർഡുകളിലെ ജനങ്ങളുടെ ചിരകാല അഭിലാഷമായ ഒരു കുടിവെള്ള പദ്ധതിക്ക് ഞങ്ങൾ സ്ഥലം വാങ്ങി 1.5 സെന്റ് ഭൂമി വാങ്ങി മുനിസിപ്പൽ ചെയർപേഴ്സണ് കൈമാറിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഇനി ഞങ്ങളുടെ ആ ഒരു പദ്ധതിക്ക് നടത്തി ഞങ്ങളുടെ കുടിവെള്ളത്തിൻ്റെ ക്ഷാമം പരിഹരിക്കുന്നതിനുള്ള ആവശ്യമായ നടപടി ഒക്കെ സ്വീകരിക്കണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നു. ലഭ്യമായ സ്ഥലം നഗരസഭ ആസ്തിയിൽ ഉൾപ്പെടുത്തി 7.5 ലക്ഷം രൂപ വിനിയോഗിച്ച കുടിവെള്ള പദ്ധതി നടപ്പിലാക്കും. കട്ടപ്പന നഗരസഭ 32-33 വാർഡുകളിലെ അതിരൂക്ഷമായ കുടിവെള്ള പ്രതിസന്ധി അത് പരിഹരിക്കുന്നതിനായി ഗുണഭോക്താക്കൾ തന്നെ അതിന് സ്ഥലം മേടിച്ച് 1.5 സെന്റ് സ്ഥലം ഇപ്പോൾ നഗരസഭയ്ക്ക് കൈമാറിയിരിക്കുകയാണ്. ഇനി ഈ ലഭിച്ച സ്ഥലത്തിൻ്റെ ആ ഡോക്യുമെന്റ്സ് ബഹുമാനപ്പെട്ട നഗരസഭയുടെ കൗൺസിൽ അടുത്ത വരുന്ന ജനറൽ കൗൺസിൽ ആസ്തി രജിസ്ട്രിയിൽ ഉൾപ്പെടുത്തുകയും ആ പദ്ധതിക്കായി അടുത്ത സാമ്പത്തിക വർഷത്തിൽ 7.5 ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്ത് ആ കുടിവെള്ളം യാഥാർത്ഥ്യമാക്കുന്ന പ്രക്രിയയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. എന്തായാലും വളരെ ആശ്വാസകരമായ ഒരു തീരുമാനമാണ് ഉപഭോക്താക്കളുടെ ഭാഗത്തുനിന്നുണ്ടായത്. തീർച്ചയായിട്ടും ഈ പദ്ധതി എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് സമർപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ നഗരസഭയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. ഏതാനും വർഷങ്ങളായി കല്യാണത്തണ്ട് നിവാസികൾ വേനൽക്കാലത്ത് വലിയ കുടിവെള്ളക്ഷാമമാണ് അഭിമുഖീകരിച്ചിരുന്നത്. സ്കൂൾ വിദ്യാർത്ഥികളും വൃദ്ധരുമടക്കം വലിയ പ്രതിസന്ധിയെ നേരിട്ടിരുന്നു. ദൂരസ്ഥലങ്ങളിൽ നിന്ന് തലച്ചുമടായിട്ടാണ് ഇവർ വെള്ളം എത്തിച്ചിരുന്നത്. ഇനി കാലതാമസം കൂടാതെ പദ്ധതി നടപ്പിലാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. തോപ്രാംകുടി സർവീസ് സഹകരണ ബാങ്കിനുള്ളിൽ സത്യാഗ്രഹ സമരം നടത്തി നിക്ഷേപക. കീരിത്തോട് കളരിക്കൽ സരസ്വതി തങ്കപ്പനാണ് കഴിഞ്ഞ ദിവസം സമരം നടത്തിയത്. വർഷങ്ങൾക്ക് മുൻപ് തോപ്രാംകുടി സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച തുക 2023 മുതൽ തിരികെ ആവശ്യപ്പെട്ടിട്ടും ഇവർക്ക് ലഭിച്ചില്ല. 2 വർഷം കഴിഞ്ഞിട്ടും നിക്ഷേപം തിരികെ ലഭിക്കാത്തതിനെ തുടർന്നാണ് രോഗിയായ വീട്ടമ്മ ബാങ്കിലെത്തി പ്രതിഷേധിച്ചത്. രാവിലെ 10 മണിക്കെത്തി ഇവർക്ക് വൈകുന്നേരമായിട്ടും ബാങ്ക് അധികൃതർ പണം നൽകാത്തതിനെ തുടർന്ന് ബാങ്ക് അടയ്ക്കാൻ അനുവദിക്കാതെ ഇവർ അകത്തിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു. 5,12,000 രൂപയാണ് ഇവർക്ക് ബാങ്കിൽ നിന്ന് ലഭിക്കാനുള്ളത്. ബാങ്ക് അധികൃതരെ വിളിച്ചാൽ മറുപടി ലഭിക്കാതെ വന്നതിനാലാണ് പ്രതിഷേധിച്ചതെന്ന് സരസ്വതി തങ്കപ്പൻ പറഞ്ഞു. 2/5/2023 ഡെപ്പോസിറ്റ് ചെയ്തു. 2/5/2024 പൈസ ഇവർ തിരിച്ചു തരുന്നില്ല. അതിൻ്റെ ശേഷം നമ്മളൊരു നടപടിയും കൊണ്ട് പോയിട്ട് അതിന് രജിസ്റ്റർ ഓഫീസിൽ ഇവർ പറഞ്ഞത് മാർച്ച് 30-നകം 2025 മാർച്ച് 30-നകമായിട്ട് പൈസ മൊത്തം ഇടപാടുകളും തീർത്ത് കൊടുത്തലാമെന്ന് ഇവർ പറഞ്ഞിരുന്നു. ഇവർ വിളിച്ചാൽ ഒരിക്കലും ഫോണും എടുക്കില്ല. ഇതിനൊരു ഇൻട്രസ്റ്റും പറഞ്ഞിട്ടുമില്ല, ഒന്നുമില്ല. ഇപ്പം പൈസ ഉണ്ടാകുന്നില്ല, വരുന്ന പോലെ തരാമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഞാനൊരു ഹാർട്ട് പേഷ്യൻ്റാണ്. എനിക്ക് ചികിത്സയ്ക്ക് പൈസയ്ക്ക് അത്യാവശ്യമുണ്ട്. ഇനി പൈസ കിട്ടിയാൽ ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ.
ലോണുകൾ തിരിച്ചുപിടിക്കാനുള്ള ബുദ്ധിമുട്ടും സമാശ്വാസ നിധി വൈകുന്നതിനാലും ബാങ്കിന് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെന്ന് ബാങ്ക് അധികൃതർ വ്യക്തമാക്കി. അതുപോലെ തന്നെ ഈ വിഷയത്തിൽ ഈ സരസ്വതി തങ്കപ്പൻ എന്ന് പറഞ്ഞ ആളുടെ പ്രശ്നത്തിൽ അവർക്ക് മൊത്തം കൊടുക്കാനുണ്ടായിരുന്ന തുക 21,70,75,000 രൂപയായിരുന്നു. അതിനകത്തുനിന്ന് ഏതാണ്ട് 16 ലക്ഷം രൂപയോളം നിലവിൽ ഈ ബാങ്കിൽ നിന്നും അവർക്ക് കൊടുത്തു. ഇനി പോയിട്ട് 5,62,000 രൂപ മാത്രമാണ് അവർക്ക് കൊടുക്കാനുള്ളത്. അപ്പോൾ ഈ പൈസ 31-ാം തീയതി കൊടുക്കാമെന്നായിരുന്നു അവരോട് പറഞ്ഞിരുന്നത്. സഹകരണ മേഖലയിലുള്ള ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം പൈസ മൊത്തം കൊടുക്കാനായിട്ടുള്ള സാഹചര്യം ഇപ്പോൾ നിലവിൽ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുറച്ചാണെങ്കിൽ ഇന്ന് വന്നപ്പോൾ 50,000 രൂപ കൊടുത്ത് താൽക്കാലിക ഈ ദിവസം കൊടുക്കാമെന്ന് തീരുമാനിച്ചെങ്കിലും വരും ദിവസങ്ങളിൽ ബാക്കി പൈസയും കൊടുക്കാമെന്നായിരുന്നു പ്രതീക്ഷ. പക്ഷേ അവർ ഇന്ന് ഭയങ്കരമായ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാക്കിയതിനാൽ ഞങ്ങൾക്ക് ലോൺ തുക തിരിച്ചു പിടിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പം വരും ദിവസം അതുപോലെ തന്നെ ഞങ്ങളിതിനെ ARC നടപടികളിലും ലീഗൽ സർവീസ് സൊസൈറ്റിയുടെ സേവനവും പ്രയോജനപ്പെടുത്തി ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ടെന്നും അറിയിക്കുന്നു. മുരിക്കാശ്ശേരി പോലീസ് സ്ഥലത്തെത്തി ഏറെ നേരത്തെ ചർച്ചകൾക്ക് ശേഷമാണ് ഇവരെ ബാങ്കിൽ നിന്നും മാറ്റിയത്. ഇത്തരത്തിൽ നിരവധി സംഭവങ്ങളാണ് കഴിഞ്ഞ 2 വർഷമായി തോപ്രാംകുടി സർവീസ് സഹകരണ ബാങ്കിൽ അരങ്ങേറുന്നത്. കട്ടപ്പന നഗരസഭയിൽ ശുചിത്വ പ്രഖ്യാപന സദസ്സ് സംഘടിപ്പിച്ചു. ചെയർപേഴ്സൺ ബീന ടോമി മാലിന്യമുക്ത നഗരസഭ പ്രഖ്യാപനം നടത്തി. യോഗത്തിന് മുന്നോടിയായി കമനീയം കട്ടപ്പന മഹനീയം കേരളം എന്ന സന്ദേശമുയർത്തി ടൗണിൽ റാലിയും നടന്നു. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി സംസ്ഥാന തലത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. ഇതിന്റെ ഭാഗമായി മാലിന്യ നിക്ഷേപത്തിനെതിരെ സന്ദേശം നൽകിക്കൊണ്ടുള്ള റാലി നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഫ്ളാഗ് ഓഫ് ചെയ്തു. കട്ടപ്പന സബ് ഇൻസ്പെക്ടർ അഭിജിത്ത് സന്ദേശം നൽകി. തുടർന്ന് നടന്ന ശുചിത്വ പ്രഖ്യാപന സദസ്സിൽ കട്ടപ്പന നഗരസഭയെ മാലിന്യമുക്ത നഗരസഭയായി ചെയർപേഴ്സൺ ബീന ടോമി പ്രഖ്യാപിച്ചു. നോക്കിയാലും വലിച്ചെറിയുന്ന ഒരു മനോഭാവത്തിൽ നിന്ന് നമ്മുടെ കട്ടപ്പന നഗരസഭയെ ശുചിത്വ നഗരസഭയായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായിട്ട് ആണ് ഇന്നിവിടെ നമ്മൾ ഓരോരുത്തരും കൂടിയിരിക്കുന്നത്. എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും പറയാനുള്ളത്, ഞാൻ മാത്രം ഈ ഒരു കാര്യം ചെയ്താൽ പോരാ, നമ്മൾ ഓരോരുത്തരും ഒരു മുദ്രാവാക്യമായിട്ട് കാണണം. ഞാൻ ഇനി ഒരിക്കലും വലിച്ചെറിയില്ല എന്നുള്ള ഒരു മുദ്രാവാക്യം നമ്മൾ ഓരോരുത്തരും കണ്ടേ മതിയാവും, നമ്മളുടെ മനസ്സിലുണ്ടായിരിക്കണം. കാരണം എന്താണെന്ന് ചോദിച്ചാല് നമ്മള് വലിച്ചെറിയുന്ന സാധനങ്ങള് നമ്മുടെ വീട്ടിൽ തന്നെ തിരിച്ചെത്തുമെന്നുള്ള ഇതും കൂടി എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. നമ്മൾ വലിച്ചെറിഞ്ഞാല് ഉറപ്പായിട്ടും സാധനങ്ങൾ നിങ്ങളുടെ വീടുകളിൽ തിരിച്ചെത്തിച്ചിരിക്കും. അതിന്റെ മുന്നോടിയായിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ റാലിയും മറ്റ് കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ വലിച്ചെറിയാതെ നമ്മളെ വീടിനെയും നാടിനെയും സംരക്ഷിക്കുക എന്നുള്ള മുദ്രാവാക്യമാണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത്. യോഗത്തിൽ മാലിന്യ സംസ്കരണ രംഗത്ത് മികവ് പുലർത്തിയ വിവിധ ആളുകളെ അനുമോദിച്ചു. വൈസ് ചെയർമാൻ KJ ബിന്നി അധ്യക്ഷനായിരുന്നു. നഗരസഭാ കൗൺസിലർമാരായ സിബി പാറപ്പായി, ജാൻസി ബേബി, ലീലാമ്മ ബേബി, മനോജ് മുരളി, ഐബിമോൾ രാജൻ, മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സാജൻ ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. മറ്റ് നഗരസഭാ അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ, ഹരിതകർമ്മസേന അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. പ്രളയത്തിൽ ദുരിതമനുഭവിച്ച 12 കുടുംബങ്ങൾക്ക് തലചായ്ക്കാൻ ഇടമൊരുക്കി ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. വാത്തിക്കുടി പഞ്ചായത്തിലെ പെരിയാർവാലി മേഖലയിൽ കാലങ്ങളായി താമസിച്ചു വന്നിരുന്ന 12 കുടുംബങ്ങൾക്കാണ് ഇടുക്കി കെയർ ഫൗണ്ടേഷൻ വഴി ഭവനം ഒരുക്കുന്നത്. 2018 കാലവർഷക്കെടുതിയിൽ ജില്ലയിൽ തന്നെ ഏറ്റവും അധികം ദുരന്തം നേരിട്ട പ്രദേശമാണ് വാത്തിക്കുടി പഞ്ചായത്തിലെ പെരിയാർവാലി. ഇവിടുത്തെ 12 കുടുംബങ്ങളുടെ സ്ഥലം വാസയോഗ്യമല്ലാതായി തീർന്നിരുന്നു. തുടർന്ന് ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് സ്ഥലം സന്ദർശിക്കുകയും ഇവർക്ക് വീട് വെച്ചു നൽകാമെന്നുള്ള വാഗ്ദാനം നൽകുകയും ചെയ്തിരുന്നു. MP രൂപീകരിച്ച ഇടുക്കി കെയർ ഫൗണ്ടേഷൻ വഴി മറ്റു മേഖലകളിൽ നിന്നും സഹായം തേടിയാണ് 12 കുടുംബങ്ങൾക്കുള്ള വീടിന്റെ നിർമ്മാണം ആരംഭിച്ചത്. 6 വീടുകളാണ് ആദ്യഘട്ടത്തിൽ പൂർത്തിയാക്കുക. ഇതോടെ ഈ കുടുംബങ്ങൾ ഏറെ ആശ്വാസത്തിലാണ്. 18 ഇവിടെ ഉരുളുപൊട്ടുകയും വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാവുകയും അവിടെ പെരിയാർവാലി എന്ന സ്ഥലത്ത് കിടക്കാൻ മേലാത്ത അവസ്ഥയിൽ ഞങ്ങൾ ക്യാമ്പിലൊക്കെ പോയി കിടക്കുകയും അത് കഴിഞ്ഞ് MP ആ പ്രദേശം വന്ന് കാണുകയും വീടില്ലാത്തവർക്ക് ആ ഭാഗത്ത് വീട് വാങ്ങിക്കുക ഒരു 12 വീടോടും MP തരികയും ചെയ്തു. അതുകൊണ്ട് ഞങ്ങൾക്ക് കിടക്കാനുള്ള കിടപ്പാടം ആയിട്ടുണ്ട്. 6.5 ലക്ഷം രൂപ വകയിരുത്തി 515 ചതുരശ്രീ അടി വിസ്തീർണമുള്ള വീടുകളാണ് നിർമ്മിക്കുന്നത്. 6 വീടുകളുടെ നിർമ്മാണം പൂർത്തിയാകുന്നതോടൊപ്പം മറ്റ് 6 വീടുകളുടെ നിർമ്മാണവും ഉടൻ ആരംഭിക്കുമെന്ന് ഇടുക്കി കെയർ ഫൗണ്ടേഷൻ ഭാരവാഹി സാജു കാരക്കുന്നേൽ പറഞ്ഞു. MP ഏറ്റവും ദ്രുതഗതിയിൽ പെരിയാർവാലിയിലുള്ള വീടുകാരുടെ ആ ബുദ്ധിമുട്ട് കണക്കുകൂട്ടി അവർക്ക് ഏറ്റവും സുതാര്യമായിട്ട് വീട് വെച്ച് കൊടുക്കണം. നമുക്കറിയാം
ഏകദേശം 514 സ്ക്വയർ ഫീറ്റ് വീടാണ് ഓരോ കുടുംബങ്ങൾക്കും അനുവദിച്ചു വന്നത്. അത് 6.5 ലക്ഷം രൂപ ആണ് ഒരു കുടുംബത്തിന് വെച്ച് അലോട്ട് ചെയ്ത് വന്നത്. അത് ആ കർഷകരുടെ തന്നെ, ആ ഉപഭോക്താക്കളുടെ തന്നെ അക്കൗണ്ടിലേക്ക് പൈസ വരികയും അത് കോൺട്രാക്ടർ ഏറ്റെടുത്ത് പണിയുകയും അത് 1-2 വീടുകൾ സ്വന്തം വീട്ടുകാർ തന്നെ ഏറ്റെടുത്ത് പണിയുകയും ഒക്കെ ചെയ്ത് എന്താണേലും 6 വീടിൻ്റെ പണി പുരോഗമിച്ച് പണി പൂർത്തീകരിച്ച് ഏകദേശം 4 വീടിൻ്റെ പണി പൂർത്തീകരിക്കുകയും 2 വീടിൻ്റെ പണി വളരെ ദ്രുതഗതിയിൽ പണി നടക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അടുത്ത ദിവസം അതിൻ്റെയും പണി പൂർത്തീകരിക്കും. ഒരു മാസത്തിനുള്ളിൽ ആദ്യത്തെ 6 വീടുകളുടെ താക്കോൽ കൈമാറാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. 2021 മുതലുള്ള പദ്ധതികളുടെ ആവർത്തനമാണ് കട്ടപ്പന നഗരസഭയിൽ അവതരിപ്പിച്ച ബജറ്റിൽ ഇക്കൊല്ലവും ഉള്ളതെന്ന് BJP കൗൺസിലർമാർ. ഓരോ വർഷവും ബജറ്റുകൾ അവതരിപ്പിക്കുമ്പോഴും ഒരു പദ്ധതി പോലും പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല. നഗരസഭാ ഭരണകക്ഷിയിൽ കല്യാണത്തണ്ടിൽ ഭൂമിയുള്ളവരെ സഹായിക്കുന്ന തരത്തിലാണ് വിനോദസഞ്ചാര മേഖലയ്ക്ക് പ്രാധാന്യം നൽകിയിരിക്കുന്നത്. ബജറ്റ് പൂർണ്ണ പരാജയമാണെന്നും BJP കൗൺസിലർമാർ ആരോപിച്ചു. ഇവര് ദീർഘവീക്ഷണമില്ലാത്ത പല പദ്ധതികളും കൊണ്ടുവരികയും അത് നടപ്പാക്കാതെ പോവുകയും ചെയ്തതാണ് കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ ഏറ്റവും വലിയ പരാജയം. അതുകൊണ്ട് ഈ ബഡ്ജറ്റിനെ സംബന്ധിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഈ ബഡ്ജറ്റ് ഒരിക്കലും നമ്മുടെ കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലുള്ള ഒരു സംവിധാനങ്ങളും ചെയ്തു കൊടുക്കാൻ ഈ ഭരണസമിതിക്ക് സാധിക്കുന്നില്ല. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ ഇപ്പം അറിയാം, കഴിഞ്ഞ 2015 മുനിസിപ്പാലിറ്റി ആയതിനു ശേഷം 3 ചെയർമാൻമാരാണ് മാറി മാറി വരുന്നത്. അതുപോലെ ഇപ്പം തന്നെ 2021 മുതൽ ഇപ്പം 25 പൂർത്തിയാകുകയാണ്. 1.5 വർഷം വീതം 2 ചെയർപേഴ്സന്മാർ, ഇപ്പം 2 വർഷം വേറൊരാണ്. ഇവർക്ക് കാര്യമായി ഒരു പ്രവൃത്തിയും ചെയ്യാനുള്ള സമയവും സാഹചര്യവും നമ്മുടെ കട്ടപ്പന മുനിസിപ്പാലിറ്റിക്ക് കിട്ടുന്നില്ല. 100 കോടി രൂപ 101 കോടി രൂപയ്ക്ക് മുകളിലാണ് ബഡ്ജറ്റിൽ അടുത്ത വർഷത്തേനുള്ള പദ്ധതി പണം കണ്ടെത്തി പറഞ്ഞിരിക്കുന്നത്. ഈ 101 കോടി രൂപ ഉണ്ടാകുന്ന ഒരു വർഷം ഉണ്ടാകുന്ന ഈ കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ എന്തെല്ലാം പ്രവർത്തനങ്ങൾ നമുക്ക് ഈ കട്ടപ്പന മുനിസിപ്പാലിറ്റി ചെയ്യാൻ സാധിക്കും? പക്ഷേ ഇന്നേ വരെ ആ തരത്തിലുള്ള ഒരു വീക്ഷണം ഈ ഭരണസമിതിക്ക് ഉണ്ടായിട്ടില്ല. ഇത് ഈ 5 വർഷം കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലെ ജനങ്ങളുടെ 5 വർഷം നഷ്ടപ്പെട്ടു എന്നാണ് വ്യക്തമാക്കുന്നത്. ഉപ്പതറയിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ ജോലിയെടുക്കുന്നത് വൃത്തിഹീനമായ അന്തരീക്ഷത്തിലെന്ന് പരാതി. ദുർഗന്ധം വമിക്കുന്ന മിനി MCFൽ ഏറെ ദുരിതം അനുഭവിച്ചാണ് ഇവർ മാലിന്യങ്ങൾ തരംതിരിക്കുന്നത്. വിഷയത്തിൽ അടിയന്തര പരിഹാരമുണ്ടാകണമെന്നാണ് ഉയരുന്ന ആവശ്യം. ഉപ്പതറ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നും ഹരിതകർമ്മ സേന അംഗങ്ങൾ ശേഖരിക്കുന്ന മാലിന്യം കൃഷിഭവന് സമീപത്തായാണ് സൂക്ഷിക്കുന്നത്. എന്നാൽ തരംതിരിക്കുന്ന മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്നതും സേനാ അംഗങ്ങൾ ശേഖരിച്ചു കൊണ്ടുവരുന്ന മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്നതും ഇവരെ ഏറെ പ്രതിസന്ധിയിലാക്കുകയാണ്. ഞങ്ങൾക്ക് നിലവിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഇതുവരെ ആയിട്ടില്ല. ബാത്റൂം പണിത് തന്നിട്ടുണ്ട്, പക്ഷേ ഇതുവരെ വെള്ളത്തിന്റെ ഒരു കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ബാത്റൂം യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതേപോലെ തന്നെയാണെങ്കിലും ഈ സാധനങ്ങളെല്ലാം ഇവിടെ കെട്ടിക്കിടക്കുകയാണ് സെഗ്രിഗേഷൻ ചെയ്തത്. ബെയിലിംഗ് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് ബെയിലിംഗ് മെഷീൻ ഉണ്ടെങ്കിലും ബെയിലിംഗ് മെഷീൻ ഇവിടെ വെച്ചാൽ ബെയിൽ ചെയ്ത് വെച്ചാൽ പോലും ഇവിടെ ഇരുന്ന് എല്ലാവർക്കും കൂടെ സെഗ്രിഗേഷൻ ചെയ്യാനുള്ള സൗകര്യം ഇല്ല. ഇപ്പോൾ കുറച്ച് പേര് പുറത്തിരുന്നാണ് ചെയ്യുന്നത്. അപ്പോൾ പുറത്താണെങ്കിൽ ഇപ്പോൾ ഈച്ചശല്യം കാരണം ഇരുന്ന് ചൊവ്വിനൊന്ന് സെഗ്രിഗേഷൻ ചെയ്യാൻ പോലും പറ്റത്തില്ല. തുമ്പൂർ മൊഴിയുടെ വേസ്റ്റ് വളമായത് അവിടെ വാരിയിട്ടേക്കുന്ന കാരണം അവിടെ നിന്നുള്ള വെള്ളം എല്ലാം കൂടെ വന്ന് ഞങ്ങൾക്ക് ശരിക്കും ഇരുന്ന് സെഗ്രിഗേഷൻ ചെയ്യാൻ പറ്റത്തില്ല. എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് അടിസ്ഥാനപരമായ സൗകര്യങ്ങളോട് കൂടി ഒരു കെട്ടിടം ഉണ്ടാക്കി തരണമെന്ന് എല്ലാവരുടെയും ആവശ്യമാണ്. ഒരാളുടെ മാത്രമല്ല, എല്ലാവരുടെയും ആവശ്യമാണ്. മാലിന്യങ്ങളിൽ നിന്നുൾപ്പെടെ വലിയ രീതിയിൽ ദുർഗന്ധം വമിക്കുന്നതാണ് പ്രതിസന്ധിക്ക് കാരണം. ഇതുമൂലം ജോലി ചെയ്യാനോ ഭക്ഷണം പോലും കഴിക്കാനോ കഴിയാത്ത സാഹചര്യമാണെന്ന് ഇവർ പറയുന്നു. ഞങ്ങളുടെ സാഹചര്യം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് സെഗ്രിഗേറ്റ് ചെയ്യാൻ ഇത്രയും പേർക്ക് സ്ഥലമില്ല. എല്ലാവരും പുറത്തിരുന്നാണ് ചെയ്യുന്നത്. തുമ്പൂർ മൊഴിയുടെ മണം കാരണം ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ പോലും മേലാത്ത സാഹചര്യമാണ്. ബാത്റൂം ആണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ബാത്റൂമിൽ വെള്ളമില്ല. ഞങ്ങൾ നിരന്തരം പറയുന്നുണ്ടെങ്കിലും അത് ചെയ്തു തരാമെന്ന് പറഞ്ഞു. ഇതുവരെ അതിൻ്റെ നടപടികളൊന്നും ആയിട്ടില്ല. പുതിയ സ്ഥലം വാങ്ങി കെട്ടിടം വെച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായി എന്നും അറിയിച്ചിട്ടുണ്ട്. പക്ഷെ അതും ഇതുവരെ ഞങ്ങൾക്കൊരു നടപടിയായി തന്നിട്ടില്ല. 33 പേര് ജോലി ചെയ്യുന്നുണ്ട്. ഈ ചൂട് സമയത്ത് ഞങ്ങൾക്ക് ഇവിടെ ഇരുന്ന് ഇപ്പോൾ സെഗ്രിഗേറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ചൂട് സഹിച്ചിരുന്ന് ചെയ്യാൻ പറ്റത്തില്ല. മിക്ക ദിവസങ്ങളും കറണ്ടില്ല, ബെയിലിംഗ് നടക്കുന്നില്ല. അതിനാൽ ഇങ്ങനെ സാധനങ്ങൾ കെട്ടിക്കിടക്കുന്നുണ്ട്. പുതിയ സ്ഥലം വാങ്ങി MCF മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ ഗ്രാമപഞ്ചായത്ത് നടത്തുന്നുണ്ടെങ്കിലും നിലവിലെ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണണമെന്നാണ് ഇവരുടെ ആവശ്യം. ഹൈറേഞ്ച് NSS യൂണിയന് കീഴിലുള്ള 21 കരയോഗങ്ങൾ അവരുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കട്ടപ്പന സബ് കോടതിയിൽ കൊടുത്തിരുന്ന 2 കേസുകളിൽ വിധി അനുകൂലമായ പശ്ചാത്തലത്തിൽ ബന്ധപ്പെട്ട കരയോഗ ഭാരവാഹികളുടെ യോഗം നടന്നു. ശ്രീ പത്മനാഭപുരം ധർമ്മപാഠശാലയിൽ ചേർന്ന യോഗത്തിൽ യൂണിയൻ പ്രസിഡന്റ് R. മണിക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു.
ഹൈറേഞ്ച് NSS യൂണിയൻ ഭരണസമിതി പിരിച്ചുവിട്ട് ഭരണം ഏറ്റെടുക്കാൻ NSS നേതൃത്വം നടത്തിയ ശ്രമങ്ങൾക്കെതിരായി യൂണിയൻ ഭരണസമിതി അംഗങ്ങൾ കട്ടപ്പന സബ് കോടതിയിൽ കേസ് നൽകിയിരുന്നു. ഈ കേസിൽ കക്ഷി ചേർന്നു എന്ന കാരണത്താൽ ഹൈറേഞ്ചിലെ 21 കരയോഗങ്ങളിലെ തിരഞ്ഞെടുപ്പുകൾ NSS നേതൃത്വം തടസ്സപ്പെടുത്തി. ഇതിനെതിരെയും 21 കരയോഗങ്ങൾ ചേർന്ന് സബ് കോടതിയിൽ കേസ് നൽകിയിരുന്നു. ഈ 2 കേസുകളിലും കോടതി വിധി പുറപ്പെടുവിച്ചു. കരയോഗ തിരഞ്ഞെടുപ്പുകൾ സമയത്ത് നടത്താഞ്ഞത് NSS രജിസ്ട്രാറുടെയും യൂണിയൻ സെക്രട്ടറിയുടെയും ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയാണെന്ന് കോടതി കണ്ടെത്തുകയും 6 മാസങ്ങൾക്കകം ഈ കരയോഗങ്ങളുടെ തിരഞ്ഞെടുപ്പുകൾ പൂർത്തീകരിക്കത്തക്ക വിധം നടപടികളെടുക്കുവാൻ കോടതി NSS രജിസ്ട്രാറോടും യൂണിയൻ സെക്രട്ടറിയോടും ഉത്തരവിടുകയും ചെയ്തു. ഇവർ ഇതിൽ പരാജയപ്പെട്ടാൽ കോടതിയുടെ മേൽനോട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടത്തുമെന്നും വിധിയിൽ പറയുന്നു. ചരിത്ര പ്രാധാന്യമുള്ള വിധിയാണിതെന്ന് ഹൈറേഞ്ച് NSS യൂണിയൻ നേതൃത്വം വ്യക്തമാക്കി. ആ ഉത്തരവിലെ ആ ഒരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് അവർ മുതലാക്കിക്കൊണ്ട് പ്രതിനിധിസഭാ തെരഞ്ഞെടുപ്പ് സ്റ്റേ ചെയ്തിട്ടില്ല, കോടതി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പാണ് സ്റ്റേ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ആ ഇലക്ഷൻ നടപടികളുമായി മുമ്പോട്ട് പോവുകയും അങ്ങനെയാണ് ആ ഒരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് മുതലാക്കി അവർ ആ തെരഞ്ഞെടുപ്പ് നടത്തുകയും ചെയ്തത്. ഇത് പൂർണ്ണമായി നമുക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ആ തെരഞ്ഞെടുപ്പിൽ നോമിനേഷൻ കൊടുത്തുവെങ്കിൽ പോലും നമ്മൾ മത്സര രംഗത്തൊന്നും മാറി. പക്ഷേ വലിയ ഹൈറേഞ്ചിൽ എന്തോ ഭയങ്കരമായി വിജയിച്ചു എന്ന് അവർ പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത് 86 കരയോഗങ്ങളുള്ളതിൽ അവർക്ക് എത്ര വോട്ട് കിട്ടി, എത്ര പേര് വോട്ട് ചെയ്തു? 40-41 പേര് വോട്ട് ചെയ്തു എന്നാണ് അവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും 86 കരയോഗങ്ങളുടെ ഒരു 50% പോലും ആ ഇലക്ഷൻ പ്രോസസ്സിൽ പങ്കെടുത്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത്രയും പേര് പങ്കെടുത്തിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഇനി ആ 41 ആണെങ്കിൽ പോലും പകുതി ആളുകൾക്ക് പോലും ആ തെരഞ്ഞെടുപ്പിൽ അവർ പങ്കെടുത്തിട്ടില്ല. ഏതാണ്ട് 37ഓളം കരയോഗങ്ങൾക്ക് വോട്ടവകാശമില്ലായിരുന്നു പൂർണ്ണമായി. വോട്ടവകാശം ഉള്ളതിൽ തന്നെ ഏതാണ്ട് 8-9 കരയോഗങ്ങൾ ആ വോട്ടവകാശത്തിൽ പങ്കെടുത്തില്ല. അപ്പോൾ പകുതിയിൽ കൂടുതൽ കരയോഗങ്ങളെ പുറത്തു നിർത്തി കോടതി ഉത്തരവുണ്ടായിട്ടും അതിനകത്ത് ഒരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് മുതലാക്കിക്കൊണ്ടാണ് ആ പ്രതിനിധിസഭാ ഇലക്ഷൻ അവർ നടത്തിയത്. ഇതാണ് യാഥാർത്ഥ്യം. ഈ പ്രതിനിധിസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒത്തിരി സംശയങ്ങൾ വന്നതുകൊണ്ടാണ് ഇങ്ങനൊരു വിശദീകരണം ഇക്കാര്യത്തിൽ പറയേണ്ടി വരുന്നത്. വൈസ് പ്രസിഡന്റ് AK സുനിൽകുമാർ, സെക്രട്ടറി രവീന്ദ്രൻ AJ, KV വിശ്വനാഥൻ, രതീഷ് പ്രസന്നൻ, TK അനിൽകുമാർ, ഉഷ ബാലൻ തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കട്ടപ്പന മണ്ഡലം സമ്മേളനം വെള്ളയാങ്കുടിയിൽ നടന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം KM മാത്യു ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ നിയോജകമണ്ഡലം പ്രസിഡന്റ് ജോസഫ് PG അധ്യക്ഷനായിരുന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം KM മാത്യു ഉദ്ഘാടനം ചെയ്തു. 100 കോടി രൂപയിൽ താഴെ ബാധ്യതയുള്ള ആ ബാധ്യത എടുത്താൽ ഈ ഗവൺമെന്റിന് വലിയ മേൽക്കൈ കിട്ടും. കാരണം വെച്ചാൽ 7,000 രൂപ 10,000 രൂപ ആക്കിയാൽ ഈ ആശമാരെല്ലാം ഒറ്റയടിക്ക് അങ്ങോട്ട് നീങ്ങും. അത് കൊടുക്കുവാൻ പോലും കഴിയാതിരുന്ന സമയത്താണ് ഇവിടെ ശമ്പള പരിഷ്കരണത്തിൻ്റെ നമ്മുടെ പെൻഷൻ പരിഷ്കരണത്തിൻ്റെ അരിയർ 4ാം ഗഡു തന്നതിന് പേരിന് മാത്രം 125 രൂപ ഈ സർക്കാർ ചിലവഴിച്ചു. 125 കോടി രൂപയാണ് ഈ സർക്കാർ ശമ്പള പരിഷ്കരണത്തിൻ്റെ പെൻഷൻ പരിഷ്കരണത്തിൻ്റെ അരിയറിന് വേണ്ടിയിട്ട് ഇപ്പോൾ ചെലവഴിച്ചിരിക്കുന്നു. അപ്പോൾ അവർ ആശമാരേക്കാൾ കൂടുതൽ ഭയപ്പെടുന്നത് അല്ലെങ്കിൽ അവർക്ക് ഈ ഭരണത്തിൻ്റെ മുന്നോട്ടുള്ള ഗമനത്തിന് അവർക്ക് ആശ്രയിക്കേണ്ടി വരുന്നത് ഈ നമ്മളെയാണ് എന്നുള്ളതിൻ്റെ, നമ്മുടെ സംഘശക്തിയാണ്, നമ്മുടെ പ്രതിഷേധമാണ്, പ്രതിരോധമാണ് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് നമുക്ക് കിട്ടിയ ആ ആനുകൂല്യം എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. ശാസ്ത്രവേദി ജില്ലാ പ്രസിഡന്റ് സണ്ണി മാത്യു മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ കമ്മിറ്റി അംഗം ജേക്കബ് KM, നിയോജകമണ്ഡലം സെക്രട്ടറി ജെയ്മോൻ KP, ഏലിയമ്മ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തോടനുബന്ധിച്ച് പുതുതായി ചേർന്ന അംഗങ്ങളെ ആദരിച്ചു. കട്ടപ്പന നഗരസഭ 4ാം വാർഡ് ആനപ്പടി കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ 5 ലക്ഷം രൂപയും ഗുണഭോക്താക്കൾ സ്വരൂപിച്ച 33,000 രൂപയും ചേർത്താണ് പദ്ധതി നടപ്പിലാക്കിയത്. വാർഡ് കൗൺസിലർ സാലി കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. വേനൽക്കാലത്ത് കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്ന മേഖലയാണ് നഗരസഭ 4ാം വാർഡ് കൊങ്ങിണിപ്പടവിൽ ഉൾപ്പെടുന്ന ആനപ്പടി. പലപ്പോഴും വലിയ വില നൽകി കുടിവെള്ളം വിലയ്ക്ക് വാങ്ങേണ്ട ഗതികേടിലായിരുന്നു നാട്ടുകാർ. നഗരസഭ നൽകുന്ന ശുദ്ധജലം ആഴ്ചയിൽ 1 ദിവസം മാത്രമേ ലഭിക്കുകയുള്ളൂ. ഇതേ തുടർന്നാണ് നഗരസഭ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആനപ്പടി കുടിവെള്ള പദ്ധതി നടപ്പിലാക്കിയത്. നഗരസഭ അനുവദിച്ച 5 ലക്ഷം രൂപയും നാട്ടുകാർ സ്വരൂപിച്ച 33,000 രൂപയും ചേർത്താണ് പദ്ധതി നടപ്പിലാക്കിയത്. പദ്ധതിയുടെ സ്വിച്ച് ഓൺ കർമ്മം വാർഡ് കൗൺസിലർ സാലി കുര്യാക്കോസ് നിർവഹിച്ചു. 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 ലക്ഷം രൂപ ചെലവാക്കിയാണ് നമ്മൾ ആനപ്പടി കുടിവെള്ള പദ്ധതി പൂർത്തീകരിച്ചിരിക്കുന്നത്. ഈ പദ്ധതിയിൽ 13 അംഗങ്ങളാണുള്ളത്. കുടിവെള്ളക്ഷാമം രൂക്ഷമായിട്ടുള്ള ഒരു പ്രദേശമാണ് ഇവിടെ. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ നഗരസഭയുടെ കുടിവെള്ളം ഇറക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അത് നമുക്ക് ആഴ്ചയിൽ 1 ദിവസം 200 ലിറ്റർ വെള്ളം മാത്രമായിരുന്നു കിട്ടുന്നത്.
അത് ഇപ്പം നമുക്ക് അതിൽ നിന്നൊരു മോചനം ലഭിച്ചു. നമ്മൾ കുടിവെള്ള പദ്ധതി പൂർത്തീകരിച്ചു. വെള്ളം ആവശ്യത്തിനുണ്ട്. 13 ഗുണഭോക്താക്കൾക്കും എടുക്കാനുള്ള വെള്ളം ഉണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ നമുക്ക് ഇതിനകത്ത് 5 ലക്ഷം രൂപയായിരുന്നെങ്കിലും ഗുണഭോക്താക്കൾ ഒരു 30,000 രൂപ 33,000 രൂപ ഏകദേശം കയ്യിൽ നിന്ന് തന്നെ വിരിച്ചെടുത്ത് പൈപ്പ് ഇറക്കേണ്ട ഒരു ആവശ്യം വന്നു. അങ്ങനെ ചെയ്തു. പിന്നെ 15 മീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മൾ മോട്ടോർ ഷെഡ് വെച്ചത്. അപ്പം 15 മീറ്ററിന് പോസ്റ്റ് ഇടണമെന്നൊരു KC ബോർഡിൽ നിന്നൊരു അറിയിപ്പ് കിട്ടി. അതിൻ പ്രകാരം 21,400 രൂപ ബോർഡിൽ അടച്ചാണ് ഈ 15 മീറ്ററിന് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. എല്ലാം നല്ല രീതിയിൽ തന്നെ പൂർത്തീകരിച്ചു. ഇതിനുവേണ്ടി സഹകരിച്ച് എല്ലാവരോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ്. മേഖലയിലെ 13ഓളം കുടുംബങ്ങളാണ് കുടിവെള്ള പദ്ധതിയുടെ ഗുണഭോക്താക്കൾ. പദ്ധതിക്ക് ആവശ്യമായ സ്ഥലമടക്കം പ്രദേശവാസികളാണ് വിട്ടു നൽകിയത്. ഉദ്ഘാടന യോഗത്തിൽ ഗുണഭോക്താക്കളും പ്രദേശവാസികളും ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. കേരള PSC എംപ്ലോയീസ് യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ NA ജാഫർ അനുസ്മരണം സംഘടിപ്പിച്ചു. സംസ്ഥാന മുൻ ട്രഷറർ TK വിജയൻ ഉദ്ഘാടനം ചെയ്തു. PSC എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗവും വാഗ്മിയും എഴുത്തുകാരനുമായിരുന്ന NA ജാഫറിന്റെ അനുസ്മരണമാണ് കട്ടപ്പനയിൽ സംഘടിപ്പിച്ചത്. PSC എംപ്ലോയീസ് യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു അനുസ്മരണം. സംസ്ഥാന മുൻ ട്രഷറർ TK വിജയൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം കൂടുതൽ കാലം ജോലി ചെയ്തിട്ടുള്ളത് വടക്കൻ ജില്ലകൾ, മലപ്പുറം, അതുപോലെ തന്നെ വയനാട് ജില്ലകളിലൊക്കെയാണ്. അവിടെ എന്നിട്ടും ഈ 15 വർഷം കഴിഞ്ഞിട്ടും നമ്മൾ ഇത്രയും ദൂരെ ഈ ഇടുക്കി കട്ടപ്പന ഈ ജില്ലാ കേന്ദ്രത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു അനുസ്മരണ യോഗത്തിനായി ശരിക്കും ഒത്തുകൂടിയിരിക്കുന്നത് തീർച്ചയായും ആ സഖാവ് നമുക്കൊക്കെ തന്നെ ഏറെ പ്രിയപ്പെട്ട ഒരു. PSC എംപ്ലോയീസ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് PD ദിവ്യ അധ്യക്ഷയായിരുന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം CJ ജോൺസൺ, ജില്ലാ സെക്രട്ടറി സുജിത കൃഷ്ണൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് PU അജീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ വണ്ടിപ്പെരിയാർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സംഘടനാ സ്ഥാപകൻ ജോസഫ് ചെറിയാൻ അനുസ്മരണവും ലഹരി വിരുദ്ധ സെമിനാറും സംഘടിപ്പിച്ചു. AKPA ജില്ലാ വൈസ് പ്രസിഡന്റ് ജോസഫ് മാത്യു അനുസ്മരണ പ്രഭാഷണം നടത്തി. സംഘടന സ്ഥാപകനായിരുന്ന ജോസഫ് ചെറിയാൻ അനുസ്മരണവും ലഹരി വിരുദ്ധ സെമിനാറും യൂണിറ്റ് സ്വയം സഹായ സംഘ രൂപീകരണവുമാണ് വണ്ടിപ്പെരിയാറിൽ സംഘടിപ്പിച്ചത്. കൂടാതെ പുതിയ അംഗങ്ങൾക്കുള്ള തിരിച്ചറിയൽ കാർഡ് വിതരണവും ഒരുക്കിയിരുന്നു. പരിപാടിയുടെ ഭാഗമായി ജോസഫ് ചെറിയാന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടന്നു. തുടർന്ന് നടന്ന പരിപാടിയിൽ യൂണിറ്റ് പ്രസിഡന്റ് ജസ്റ്റിൻ കമല അധ്യക്ഷനായിരുന്നു. അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ജോസഫ് മാത്യു അനുസ്മരണ പ്രഭാഷണം നടത്തി. നമുക്ക് നമ്മുടെ ഓർമ്മകളിൽ AKPA എന്ന് പറയുന്ന ഈ സംഘടന അതിന്റെ ആദ്യ ഓർമ്മകളിലേക്ക് തിരിച്ചു പോകുമ്പോൾ നമ്മുടെ മുന്നിൽ തെളിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങളിൽ ഒന്ന് നമ്മുടെ മുന്നിൽ ഈ ഛായാചിത്രമായി ഇവിടെ ഇരിക്കുന്ന ജോസഫ് ചെറിയാൻ സാർ തന്നെയാണ്. അദ്ദേഹത്തോടൊപ്പം ചേർത്ത് വയ്ക്കേണ്ട പേരുകളിൽ ഒന്ന് ശ്രീ ശാരംഗപാണി സാറിന്റെ കൂടിയാണ്. ഇവരോടൊപ്പം ഇവരുടെ കാലത്ത് ജീവിക്കാൻ കഴിയൂ, അവരോടൊപ്പം പ്രവർത്തിക്കാൻ കഴിയൂ, അല്ലെങ്കിൽ കാണാൻ കഴിയൂ എന്നുള്ളത് തന്നെ ഒരു മഹാഭാഗ്യമായി ഞാൻ കരുതുകയാണ് ഒരു ഫോട്ടോഗ്രാഫർ എന്ന നിലയിൽ. വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ശശികല ലഹരി വിരുദ്ധ സന്ദേശം നൽകി. AKPA മേഖലാ പ്രസിഡന്റ് ജോഷി ഗാലക്സി പുതിയ അംഗങ്ങൾക്കുള്ള തിരിച്ചറിയൽ കാർഡുകൾ വിതരണം ചെയ്തു. വണ്ടിപ്പെരിയാർ യൂണിറ്റ് സ്വയം സഹായ സംഘം രൂപീകരണം അഴുത ബ്ലോക്ക് SHG ഫെഡറേഷൻ സെക്രട്ടറി PK ഗോപിനാഥൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം രഞ്ജിത്ത് ഗോപിനാഥ്, മേഖലാ വൈസ് പ്രസിഡന്റ് റിജി വെള്ളാരംകുന്ന, സാബു മരിയ, നവീൻ വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന നഗരസഭ 28-ാം വാർഡ് ITA കുന്ന് ആശ്രമംപടി റോഡിന്റെ നവീകരണം പൂർത്തിയായി. 19 ലക്ഷം രൂപ ചെലവഴിച്ച് 1 കിലോമീറ്റർ 30 മീറ്റർ ദൂരത്തിൽ ടാറിങ്ങും കോൺക്രീറ്റുമാണ് നടത്തിയത്. ഇതോടെ മേഖലയിലെ യാത്രാക്ലേശത്തിനും പരിഹാരമായി. കട്ടപ്പനയുടെ കുടിയേറ്റക്കാലം മുതൽ ജനങ്ങൾ അധിവസിച്ചു പോരുന്ന മേഖലയാണ് ITA കുന്ന് പ്രദേശം. ITA കുന്ന് ആശ്രമപടി റോഡിനും അത്ര തന്നെ പഴക്കമുണ്ട്. പല ഘട്ടങ്ങളിലായിട്ടാണ് റോഡിന് ടാറിംഗ് നിർമ്മാണം മുമ്പ് പൂർത്തിയാക്കിയിരുന്നത്. എന്നാൽ കാലക്രമേണ പാതയുടെ ടാറിങ്ങുകൾ ഇളകി യാത്ര തീർത്ത് ദുഷ്കരമായി തീർന്നു. ഇത് മേഖലയിൽ അധിവസിക്കുന്ന നൂറുകണക്കിന് കുടുംബങ്ങളുടെ യാത്രാക്ലേശത്തിനും കാരണമായി. കഴിഞ്ഞ കാലവർഷത്തിൽ റോഡിന്റെ പല ഭാഗങ്ങളും ഗർത്തങ്ങൾ രൂപപ്പെട്ടതോടെ കാൽനട യാത്ര ദുസ്സഹമായി മാറി. ഇതേ തുടർന്നാണ് MLA ഫണ്ടും മുനിസിപ്പൽ ഫണ്ടും ഉപയോഗിച്ച് റോഡിന് നവീകരണം പൂർത്തിയാക്കിയത്. എന്നാൽ ഇതേ സാഹചര്യത്തിൽ റോഡിന്റെ ദുരവസ്ഥ നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് 20 ലക്ഷം രൂപ കൂടി അനുവദിക്കാമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞിരുന്നു. എന്നാൽ ചിലർ ഈ ഫണ്ട് നഷ്ടപ്പെടുന്ന സമീപനം സ്വീകരിച്ചുവെന്ന് നവീകരിച്ച റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് വാർഡ് കൗൺസിലർ ഷാജി കൂത്തോളിയിൽ പറഞ്ഞു. കട്ടപ്പനയിലെ ഭരണസമിതിയുടെ ഇംഗിതത്തിന് നിൽക്കുന്ന എഐമാരെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ശ്രമം കൊണ്ടാണ് ഇത് ഇത്രയും താമസിക്കാൻ കാരണമായത്. ഇവിടെ ചില ആളുകളൊക്കെ ഒപ്പിടിപ്പിക്കുകയൊക്കെ ചെയ്തു. ആ നിവേദനം കൊടുക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ അവർ നഗരസഭാ ഭരണസമിതിക്കായിരുന്നു. കാരണം ഇവിടെ സ്ഥിരമായിട്ടൊരു എഐയെ ഇരുത്താനോ അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് ജോലി ചെയ്യുന്ന ഒരു എഐയെ കൊണ്ടിരുത്താൻ അവർ തയ്യാറാകാതെ അവരുടെ ഇഷ്ടത്തിന്, അതായത് ഭരണസമിതിയുടെ ഇഷ്ടത്തിന് നിൽക്കുന്ന എഐക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നതുകൊണ്ടാണ് കട്ടപ്പനയിലെ ഈ പണികളെല്ലാം ഇത്രയും താമസിക്കാൻ കാരണം.
19 ലക്ഷം രൂപ ഉപയോഗിച്ച 1 കിലോമീറ്റർ 300 മീറ്റർ ദൂരത്തിൽ ടാറിങ്ങും വിവിധയിടങ്ങളിൽ കോൺക്രീറ്റും ഐറിഷോഡയുമാണ് നിർമ്മിച്ചത്. 4 ലക്ഷം രൂപ ഉപയോഗിച്ച ഓടകൾ നിർമ്മിക്കും. കൂടാതെ 10 ലക്ഷം രൂപ വിനിയോഗിച്ച റോഡിന്റെ ബാക്കിയുള്ള ഭാഗവും നവീകരിക്കുമെന്ന് ബന്ധപ്പെട്ടവർ വ്യക്തമാക്കി. ഉദ്ഘാടന ചടങ്ങിന് പ്രദേശവാസികളായ VK മധു, KK തങ്കച്ചൻ എന്നിവർ നേതൃത്വം നൽകി. കാമാക്ഷി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ലഹരിക്കും ഗാർഹിക പീഡനങ്ങൾക്കുമെതിരെ തണൽ എന്ന പേരിൽ കൗൺസിലിംഗ് ക്ലിനിക് ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ ജോസ് ക്ലിനിക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കുട്ടികളിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗ പ്രവണതകൾക്കും ഗാർഹിക പീഡനങ്ങൾക്കുമെതിരെ കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് തണൽ എന്ന പേരിൽ കൗൺസിലിംഗ് ക്ലിനിക്ക് ആരംഭിച്ചത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി ആരംഭിച്ച കൗൺസിലിംഗ് ക്ലിനിക്കിന്റെ നേതൃത്വത്തിൽ സ്കൂളുകൾ, അങ്കണവാടികൾ എന്നിവിടങ്ങളിൽ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടപ്പാക്കും. സാമൂഹ്യനീതി വകുപ്പ്, കുടുംബശ്രീ മിഷൻ, വനിതാ ശിശു വികസന വകുപ്പ്, കേരള പോലീസ്, എക്സൈസ്, വിദ്യാഭ്യാസ വകുപ്പ്, സ്കൂൾ NCC യൂണിറ്റുകൾ, NGOകൾ എന്നിവയുടെ സഹകരണത്തോടെയാണ് ബോധവൽക്കരണ പരിപാടികൾ നടത്തുക. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ ജോസ് ക്ലിനിക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ കാമാക്ഷി ഗ്രാമപഞ്ചായത്തിന് ഒട്ടനവധി പ്രത്യേക രീതിയിലുള്ള പുതിയ നൂതനമായ മാർഗങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം അതിന് തീർച്ചയായിട്ടും നമ്മുടെ ഒരു ഭരണസമിതി എപ്പോഴും നിങ്ങളുടെ ആവശ്യങ്ങളോട് ചേർന്ന് നിൽക്കുന്നത്. നിങ്ങൾ എന്ന് പറഞ്ഞ് ചേർന്നുകൊണ്ടല്ല, മെയിനായിട്ട് നമ്മുടെ അംഗൻവാടി ടീച്ചർമാരും അല്ലെങ്കിൽ കുടുംബശ്രീ മേഖലയാണ് നമ്മൾ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ഏകീകരിച്ചു കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് മാത്രമാണ് അങ്ങനെ പറഞ്ഞത്. അപ്പം നമുക്ക് എല്ലാവരുടെയും സഹകരണത്തോടു കൂടി ഈ പ്രവർത്തനത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും ഒരു കൗൺസിലിംഗ് സെന്റർ ആവശ്യം തന്നെയാണ്. അപ്പം പലയിടത്തുനിന്ന് വരുന്നുണ്ട്. ചിലർക്ക് കുടുംബ പ്രശ്നങ്ങളായിരിക്കാം, ചില കുട്ടികളുടെ പ്രശ്നങ്ങളായിരിക്കാം. അവർക്കെല്ലാം ഒന്ന് തുറന്നു പറയാൻ, അവരെ കേൾക്കാനുള്ള ഒരു അവസരം തീർച്ചയായിട്ടും അഭികാമ്യം തന്നെയാണ്. ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുനി ചൊള്ളാമടം അധ്യക്ഷനായിരുന്നു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റിൻഡാമോൾ വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി. GRC ചെയർപേഴ്സൺ ഷെർലി ജോസഫ്, ഗ്രാമപഞ്ചായത്ത് അംഗം ജോസ് തൈച്ചേരിയിൽ, CDS ചെയർപേഴ്സൺ ലിസി മാത്യു, തങ്കമണി SCB ബോർഡ് മെമ്പർ KS മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇടുക്കി ജില്ലാ ബെന്തക്കോസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ സന്ദേശയാത്ര നടത്തി. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP ജോൺ ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നുമാണ് സന്ദേശയാത്ര ആരംഭിച്ചത്. കാഞ്ചിയാർ, അയ്യപ്പൻകോവിൽ, ഉപ്പുതറ, ഏലപ്പാറ, പീരുമേട് എന്നിവിടങ്ങളിൽ യാത്രാ പര്യടനം നടത്തി. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP ജോൺ ലഹരി വിരുദ്ധ സന്ദേശയാത്രയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ പൊതുസമൂഹത്തെയും കുടുംബ ബന്ധങ്ങളെയൊക്കെ താറുമാറാക്കുന്ന തരത്തിലേക്ക് MDMA അടക്കമുള്ള സിന്തറ്റിക് മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ട് സമൂഹത്തിൽ ഇപ്പോൾ നിരവധി കൊലപാതകങ്ങളടക്കം നമ്മുടെ കേരളത്തിൽ അടുത്ത കാലത്തായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സമൂഹം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ബോധവൽക്കരണ പരിപാടിയിലൂടെ ചെറുത്തു തോൽപ്പിക്കേണ്ട ഒരു മഹാവിപത്താണ് മയക്കുമരുന്ന് എന്ന് പറയുന്നത്. അത് ആളുകളെ കൈകാര്യം ചെയ്തുകൊണ്ട് ഇല്ലായ്മ ചെയ്യാൻ പറ്റുന്ന ഒരു വിപത്തല്ല മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. സമൂഹത്തിലെ ഭാവി തലമുറയെ അരാജകത്വ പ്രവണതയിലേക്ക് നയിക്കുകയും കുടുംബ ബന്ധങ്ങളെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലേക്ക് നമ്മുടെ പൊതുസമൂഹത്തിൽ മയക്കുമരുന്നിൻ്റെ വ്യാപനം ഉണ്ടായിട്ടുണ്ട്. ജില്ലാ പ്രസിഡന്റ് പാസ്റ്റർ ഷാജി, സെക്രട്ടറി രതീഷ് ഏലപ്പാറ, പാസ്റ്റർ ടോം തോമസ്, പാസ്റ്റർ സന്തോഷ് ഇടക്കര, ബ്രദർ അലക്സ് കട്ടപ്പന, പാസ്റ്റർ സുനിൽ, പാസ്റ്റർ കുര്യാക്കോസ് കുടക്കച്ചിറ എന്നിവർ ലഹരി വിരുദ്ധ സന്ദേശയാത്രയ്ക്ക് നേതൃത്വം നൽകി. നെസ്റ്റ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ കട്ടപ്പന പുളിയൻമലയിൽ ഇഫ്താർ വിരുന്നും ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായി നൽകുന്ന ആംബുലൻസിന്റെ താക്കോൽദാനവും നടന്നു. നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു. പുളിയൻമല നെസ്റ്റ് കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചത്. ചടങ്ങിൽ നെസ്റ്റ് ഗ്രൂപ്പിന്റെ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായി നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ആവശ്യം പരിഗണിച്ച ആംബുലൻസ് നാടിനായി സമർപ്പിച്ചു. പുളിയൻമല ഷറഫുൽ മുസ്ലിം ജമാഅത്ത് ഇമാം ഷൗക്കത്ത് മൗലവിക്ക് നെസ്റ്റ് ഗ്രൂപ്പ് ചെയർമാൻ N ജഹാംഗീർ, സ്കൈലാർക്ക് ജോണി, ഹൈറേഞ്ച് ഫെർട്ടിലൈസർ മാനേജിംഗ് ഡയറക്ടർ ജിജു ജോസഫ് എന്നിവർ ചേർന്ന താക്കോൽ കൈമാറി. ജോയി വെട്ടിക്കുഴി, ഇബ്രാഹിംകുട്ടി കല്ലാർ, മാത്യു ജോർജ്, VR സജി, സിബി കൊല്ലംകുടി, KP ബഷീർ, ഷൗക്കത്ത് മൗലവി, യൂസഫ് മൗലവി തുടങ്ങി രാഷ്ട്രീയ, സാംസ്കാരിക, മത, വ്യാപാര രംഗത്തെ നിരവധി ആളുകൾ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തു. അയ്യപ്പൻകോവിൽ പുരാതന ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ദൃഢകലശവും മഹാഗണപതി ഹോമവും പൊങ്കാലയും നടന്നു. കാഞ്ഞങ്ങാട് ഇടമനയില്ലം ഈശ്വരൻ നമ്പൂതിരി പൊങ്കാലയെടുപ്പിൽ തീ പകർന്നു. അയ്യപ്പൻകോവിൽ പുരാതന ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പഞ്ചലോഹ പുനർപ്രതിഷ്ഠ കഴിഞ്ഞ 10-ാം തീയതിയാണ് നടന്നത്. പ്രതിഷ്ഠയുടെ 48-ാം നാൾ ദേവചൈതന്യം പൂർണ്ണതയിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് ദൃഢകലശവും മഹാഗണപതി ഹോമവും പൊങ്കാലയും ഒരുക്കിയത്. രാവിലെ ആരംഭിച്ച പൊങ്കാലയ്ക്ക് കാഞ്ഞങ്ങാട് ഇടമനയില്ലം ഈശ്വരൻ നമ്പൂതിരി തീ പകർന്നു. തുടർന്ന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും മഹാസർവീശ്വരി പൂജയും വിധിപ്രകാരം നടന്നു. നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു.
കാഞ്ചാർ സ്വരാജ് സയൻ പബ്ലിക് സ്കൂളിൽ 2025-26 അധ്യയന വർഷത്തിലെ UKG വിദ്യാർത്ഥികളുടെ കോൺവൊക്കേഷൻ സെറിമണി നടന്നു. പെരുവന്താനം സെന്റ് ആന്റണീസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ആന്റണി ജോസഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. UKG പഠനം പൂർത്തിയാക്കി 1ാം ക്ലാസ്സിലേക്ക് കടക്കുന്ന കുട്ടികൾക്കായിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്. 3 ബാച്ചുകളിലായുള്ള 90 കുട്ടികൾ കോൺവൊക്കേഷനിൽ പങ്കെടുത്തു. പെരുവന്താനം സെന്റ് ആന്റണീസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ആന്റണി ജോസഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ലോകം വിശുദ്ധ എന്ന് വാഴ്ത്തിയ മദർ തെരേസയ്ക്ക് അവാർഡ് വേദിയിലേക്ക്, നോബൽ സമ്മാന വേദിയിലേക്ക് നോബൽ സമ്മാനം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ആങ്കർമാരെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ആ സ്റ്റേജിലേക്കുള്ള മാർഗമത്തിൽ ഒരു പത്രക്കാരൻ നടന്നു ഇറങ്ങിയിട്ട് ചോദിച്ചു, മഹതി, അങ്ങേക്ക് ഇപ്പോൾ എന്തു തോന്നുന്നു? മഹതി പറഞ്ഞു, മറ്റൊരു വിജയത്തിലേക്കുള്ള ബോൾഡായിട്ടുള്ള ഒരു സ്റ്റെപ്പ്. ഈ സുന്ദര നിമിഷത്തിൽ എനിക്കും എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യമാണ്, മറ്റൊരു വിജയത്തിലേക്കുള്ള വളരെ സുന്ദരകരമായ, അവിസ്മരണീയമായ, ഉജ്ജ്വലമായ ഒരു സ്റ്റെപ്പ് നടത്തിയിരിക്കുന്നതാണ്. തുടർന്ന് നടന്ന ചടങ്ങിൽ സ്കൂൾ മാനേജർ ഫാദർ ഇമ്മാനുവൽ കിഴക്കേത്തലയ്ക്കൽ, പ്രിൻസിപ്പൽ ഫാദർ റോണി ജോസ് എന്നിവർ സംസാരിച്ചു. കുട്ടികൾക്ക് മെഡലുകളും സർട്ടിഫിക്കറ്റുകളും നൽകി. സ്കൂൾ മാനേജ്മെന്റ് അംഗങ്ങൾ, അധ്യാപകർ, മറ്റു വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. നെടുങ്കണ്ടം പച്ചടി ശ്രീനാരായണ LP സ്കൂൾ വാർഷികം നടന്നു. SNDP യോഗം നെടുങ്കണ്ടം യൂണിയൻ പ്രസിഡന്റ് സജി പറമ്പത്ത് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ സജി ചാലിൽ അധ്യക്ഷനായിരുന്നു. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീമി ലാലിച്ചൻ പ്രതിഭാ പുരസ്കാര വിതരണം നിർവഹിച്ചു. പുതിയ ടോയ്ലറ്റ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് അംഗം സിജോ നടക്കൽ നിർവഹിച്ചു. നെടുങ്കണ്ടം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സുരേഷ് കുമാർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. സ്കൂൾ തുറന്നു എന്നുള്ളത് ഇന്നലെയാണെന്ന് തോന്നുന്ന വേദിയിലാണ് ഇന്നിപ്പോൾ സ്കൂൾ അടയ്ക്കുന്നു എന്ന് പറയുന്നത്. കണ്ണടച്ചു തുറക്കുന്ന പോലെയാണ് സ്കൂൾ കടന്നു പോകുന്നത്. കാരണം വേറൊന്നുമല്ല, രാവിലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ സമയം പോകുന്ന അറിയാത്ത മട്ടിലാണ് കുട്ടികളുടെ കൂടെ ജീവിതം. എൻ്റെ എല്ലാ കുട്ടികളെയും, എൻ്റെ എല്ലാ രക്ഷിതാക്കളെയും, സഹപ്രവർത്തകരെയും, ഇവിടെ ഇന്ന് എത്തിച്ചേർന്ന എല്ലാ നാട്ടുകാരെയും, മുഴുവൻ ആളുകളെയും സ്നേഹാദരങ്ങളോടെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നെടുങ്കണ്ടം ശാഖ സെക്രട്ടറി മണിക്കുട്ടൻ, സ്കൂൾ PTA സെക്രട്ടറി സതീഷ് KV, TT സാബു തട്ടാമ്പറമ്പിൽ, PK ഷാജി പതികാലായിൽ, സ്കൂൾ ഹെഡ് മാസ്റ്റർ PK ബിജു തുടങ്ങിയവർ സംസാരിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ജില്ലയിലെ ആദ്യ വായനശാല 110 വയസ്സിന്റെ നിറവിൽ. ദേവികുളത്തെ ശ്രീമൂലം ക്ലബ്ബ് ആൻഡ് ലൈബ്രറിയാണ് ഒരു നൂറ്റാണ്ടിലധികമായി അക്ഷരവെളിച്ചമായി നിലകൊള്ളുന്നത്. 1915 ശ്രീമൂലം ക്ലബ്ബ് ആൻഡ് വായനശാല സ്ഥാപിച്ചത്. ബ്രിട്ടനിൽ അച്ചടിച്ച അത്യപൂർവ പുസ്തകങ്ങളുള്ള ദേവികുളത്തെ ശ്രീമൂലം ക്ലബ്ബ് ആൻഡ് ലൈബ്രറി 110 വയസ്സിന്റെ നിറവിലാണ്. ഇടുക്കി ജില്ലയിലെ ആദ്യ വായനശാലയാണിത്. തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിന്റെ ദേവികുളത്തെ വേനൽക്കാല വസതിക്ക് സമീപത്തായി അനുവദിച്ച 50 സെന്റ് സ്ഥലത്താണ് 1915 ശ്രീമൂലം ക്ലബ്ബ് ആൻഡ് വായനശാല സ്ഥാപിച്ചത്. മഹാരാജാവിന്റെ കാലത്ത് നിർമ്മിച്ച അതേ തനിമയോടെ കെട്ടിടം ഇന്നും നിലനിൽക്കുന്നു. തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീമൂലം തിരുനാൾ ശ്രീ രാമവർമ്മ മഹാരാജാവിന്റെ കാലഘട്ടത്തിൽ 1915 സ്ഥാപിതമായതാണ് ദേവികുളം ശ്രീമൂലം ക്ലബ്ബ് ആൻഡ് ലൈബ്രറി. ബഹുമാനപ്പെട്ട മഹാരാജാവിൻ്റെ 56ാമത് ജന്മദിനാഘോഷത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമ സ്ഥാപിക്കണം എന്നതായിരുന്നു ദേവികുളം നിവാസികളുടെ ആഗ്രഹം. എന്നാൽ അദ്ദേഹം അതിനെ നിരുത്സാഹപ്പെടുത്തുകയും നാട്ടുകാർക്ക് ഒന്നിച്ചു കൂടുവാൻ വേണ്ടി, അതുപോലെ തന്നെ വായിക്കുന്നതിനും ഉള്ള സൗകര്യം ഏർപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു ഗ്രന്ഥശാലയും ഹാളും സ്ഥാപിക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. അതനുസരിച്ച് പൊതുജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി സംഭാവനകൾ സ്വീകരിച്ച് പണിതതാണ് ക്ലബിൻ്റെ കെട്ടിടം. 50 സെന്റ് കരമൊടുക്കുന്ന സ്ഥലവും, അതുപോലെ തന്നെ ലൈബ്രറി, റീഡിംഗ് റൂം, ജിംനേഷ്യം, ഇൻഡോർ ഷട്ടിൽ കോർട്ട് തുടങ്ങിയവയെല്ലാം ഈ സ്ഥാപനത്തോട് അനുബന്ധിച്ച് പ്രവർത്തിച്ച് വരുന്നുണ്ട്.
കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ ഗ്രന്ഥശാല. ഇവിടെ 15,000-ഓളം പുസ്തകങ്ങൾ, അതുപോലെ തന്നെ ടെലിവിഷൻ, കമ്പ്യൂട്ടർ, അങ്ങനെ സകല സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പല കാലഘട്ടങ്ങളിൽ പ്രഗത്ഭരായിട്ടുള്ള പല ആളുകളും ഇതിൻ്റെ ഭാരവാഹികളായി ഇരുന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ വർഷം 110 വർഷം ഈ ഗ്രന്ഥശാല സ്ഥാപിതമായിട്ട് തികയുകയാണ്. വിവിധ കലാകായിക പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ സാമൂഹിക സേവന രംഗത്തെല്ലാം ക്ലബ്ബ് വളരെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. വായനശാലയിൽ അപൂർവ ഇനത്തിൽപ്പെട്ടതുൾപ്പെടെ മലയാളം, തമിഴ്, ഇംഗ്ലീഷ് ഭാഷകളിലായി 15,000-ലധികം പുസ്തകങ്ങളുണ്ട്. 1700-കളിൽ ബ്രിട്ടനിൽ അച്ചടിച്ച അപൂർവങ്ങളായ പുസ്തകങ്ങളാണ് വായനശാലയിലുള്ളത്. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള എ ഗ്രേഡ് വായനശാലയാണിത്. കെട്ടിടത്തിന്റെ മുകൾ നിലയിൽ വായനശാലയും താഴെ മിനി ഹാളുമാണുള്ളത്. ഇടുക്കി ജില്ലയിലെ 2ാമത്തെ ലൈബ്രറി സ്ഥാപിക്കപ്പെട്ടത് പീരുമേട്ടിലാണ്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. കാർഡമം ഗ്രോവേഴ്സ് ഫോർ എവർ ഏലക്ക ലേല വിവരം. ആകലോട്ട് 60, വിൽപ്പനയ്ക്ക് വന്നത് 8,513, വിൽപ്പന നടന്നത് 6,441, കൂടിയ വില 3,033, ശരാശരി വില 2,725. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 690 രൂപ, ഏലം കൂടിയ വില 2,750, ഏലം ശരാശരി വില 2,600. കാപ്പിപ്പരിപ്പ് 460, ഗ്രാമ്പു 800, കൊക്കോ 100, റബ്ബർ 190. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 8,360 രൂപ, വെള്ളി 113. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴയിലെ SFI പോലീസ് സംഘർഷത്തിൽ 7 SFI പ്രവർത്തകർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ്. സംഘർഷത്തിന് കാരണം തൊടുപുഴ ന്യൂമാൻ കോളേജിലെ 3ാം വർഷ ഡിഗ്രി വിദ്യാർത്ഥികളുടെ യാത്രയയപ്പുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ തമ്മിൽ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടിയത്. പോലീസ് സ്റ്റേഷൻ ഉപരോധത്തിൽ പങ്കെടുത്ത CPM, DYFI, SFI പ്രവർത്തകർ ഉൾപ്പെടെ 25 പേർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തു. രാജകുമാരി കജനാപ്പാറ അരമനപ്പാറ എസ്റ്റേറ്റിൽ നിന്നും നവജാത ശിശുവിന്റെ ശരീരഭാഗം ലഭിച്ച സംഭവം കൊലപാതകമെന്ന് പോലീസ്. കുട്ടിയെ പ്രസവിച്ച ഉടനെ കൊലപ്പെടുത്തി മാതാവ് കുഴിച്ചിട്ടു. ജാർഖണ്ഡ് സ്വദേശിനിയായ പൂനം സോറൻ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് കുട്ടിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്ന്. 2ാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികം ജില്ലയിൽ വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിക്കും. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ജില്ലാതല യോഗം ഏപ്രിൽ 28-നും എന്റെ കേരളം 2025 പ്രദർശന വിപണനമേള ഏപ്രിൽ 29 മുതൽ മെയ് 5 വരെയും നടക്കും. ഇത് സംബന്ധിച്ച തീരുമാനങ്ങൾ എടുത്തത് ജലവിഭവ ഉപമന്ത്രി റോഷി അഗസ്റ്റിന്റെ അധ്യക്ഷതയിൽ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന സംഘാടക സമിതി രൂപീകരണ യോഗം. സ്ട്രോബറിയുടെ വിലയിടിഞ്ഞത് വട്ടവടയിലെ സ്ട്രോബറി കർഷകരെ നിരാശയിലാക്കുന്നു. നിലവിൽ വട്ടവടയിൽ കർഷകർക്ക് സ്ട്രോബറിക്ക് ലഭിക്കുന്ന വില 300 രൂപ. സ്ട്രോബറിയുടെ ഇപ്പോഴത്തെ വിലയിടിവിനുള്ള കാരണം ഉയർന്ന ഉൽപാദനവും പോയ മാസങ്ങളിൽ വട്ടവടയിലേക്ക് എത്തിയ സഞ്ചാരികളുടെ കുറവും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.